ചാലിയാറിൽ 17 വയസ്സുള്ള പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതിന് പിന്നാലെ കരാട്ട മാസ്റ്ററായിരുന്ന സിദ്ദീഖ് അലിയെ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിദ്ദീഖ് എന്ന വ്യക്തി നേരത്തെ തന്നെ പല പെൺകുട്ടികളോടും ആൺകുട്ടികളോടും വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. 2 വർഷം മുൻപ് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ വിശദമായ ഒരു വീഡിയോ ഇട്ട യുവതിയാണ്, വീട്ടമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. ഈ 2 വർഷം മുൻപാണ് നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അതിനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? വീഡിയോ അല്ല, ഞാനൊരു റൈറ്റിംഗ് പോസ്റ്റാണ് ഇട്ടത്. എനിക്ക് മോളവിടെ ഞാൻ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടായിരുന്നു. 2021 സെപ്റ്റംബറിലൊക്കെ ആയിരുന്നു. ഒരു ഫസ്റ്റ് ഡേയിൽ തന്നെ സംതിങ് ഒരു റോങ് പോലെ എനിക്ക് അവിടുന്ന് ഫീൽ ചെയ്തു. അവിടെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എനിക്ക് ഒരു സാധാരണ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നില്ല. ഇയാൾ കുറച്ചൊക്കെ ഒരു അഭിനയിക്കുന്ന പോലെ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ പോലും കുട്ടികൾ ആ ഒരു എല്ലാ ദിവസവും എങ്ങനെയാണോ വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. അപ്പം എനിക്കെന്തോ അപ്പം ആദ്യം ഞാൻ കരുതി എൻ്റെ തോന്നലാവാം, ഇനിയിങ്ങനെ കാണുന്നതൊക്കെ സംശയിക്കുന്ന പോലെ ഒരു ഇതാണോ എന്ന് കരുതിയിട്ട് ഒന്നും ഇതായില്ല. പിന്നെയും ക്ലാസ്സിൽ പോയി. അങ്ങനെ 3 ദിവസം ആണ് അല്ലെങ്കിൽ 4 ദിവസമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്രയും ഞാൻ പോയിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു 17-18 പ്രായം എല്ലാത്തിലും ഉള്ള കുട്ടികൾ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം അവരും സാറും അയാൾ തമ്മിലൊരു ബന്ധം കണ്ടാൽ നമുക്കറിയാം അവർ തമ്മിൽ ഒന്നിനൊരു മറയോ ഒന്നുമില്ലാത്തൊരു വീട്ടിലത്തെ കാര്യങ്ങളും അപ്പോഴും എൻ്റെ മുന്നിൽ നിന്നും സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഈവൻ ഈ കുട്ടികളുടെ ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തുന്ന കാര്യങ്ങൾ പോലും എല്ലാതും ഇയാളായിട്ട്. പക്ഷെ അപ്പോൾ ഇയാൾക്ക് ഞാനവിടെ കേൾക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു അലോസരം ഇതിൽ ഫീൽ ചെയ്തണെങ്കിലും പക്ഷെ കുട്ടികൾ എന്നത്തെയും പോലെ അത് തുടരുന്നുണ്ടായിരുന്നു. ഈ പറയുന്നത് മാത്രമല്ല, എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെന്ന് സത്യത്തിൽ അറിയാത്തത് കൊണ്ടാണ് ആ കുട്ടികളെ ശരിക്കും കരാട്ട പഠിപ്പിക്കുന്നതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്നത് ഒന്നുകിൽ ഹിപ്നോട്ടിസത്തിലൂടെയോ എങ്ങനെ അയാൾ അവരെ മനസ്സിനെ പോലും കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായൊരു അന്വേഷണം നടത്തി. കാരണം മക്കളെ പറഞ്ഞയക്കുന്നൊരു ക്ലാസ്സാണല്ലോ. അപ്പം അവിടെ ഉള്ളതെന്ന് തന്നെ ലാസ്റ്റ് ഡേയിലൊക്കെ വീട്ടിൽ വന്നിട്ടും ഞാൻ അന്വേഷിച്ചപ്പം ബോയ്സിനെ പോലും അത്രയും മോശമായിട്ട് എന്ന് ഞാൻ അന്ന് കേട്ടതാണ്. അപ്പം പിന്നെ ഞാൻ എന്തായാലും ഇനി എൻ്റെ ഫീസ് പോയാലും വേണ്ടില്ല, 1 മാസത്തേതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സഡനായിട്ട്. പക്ഷെ ആരോടും പറയാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് എവിഡൻസ് ഒന്നുമില്ല, എൻ്റെ തോന്നലുകളല്ലേ. ആരോടും ഒന്നും പറഞ്ഞില്ല. എന്തേ പോകുന്നില്ലേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 11 കിലോമീറ്റർ പോകണ്ടേ. എനിക്ക് 11 കിലോമീറ്റർ ഉണ്ടായിരുന്നു. 11 കിലോമീറ്റർ പോകണ്ടേ എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ് ഞാൻ അപ്പം തൽക്കാലം അങ്ങനെയാണ് എനിക്ക് ഡിസംബർ 14 തോന്നുന്നു 2021 പത്ര കട്ടിങ് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒരാളോട് മാത്രം ഈ ഒരു സംശയം ഷെയർ ചെയ്തിരുന്നു. അവൻ ഈ പത്ര കട്ടിങ് അയച്ചപ്പം എനിക്ക് അന്നൊരു തരം ഞെട്ടലോ, ഞാൻ എന്താണോ മനസ്സിൽ അതുവരെ അത് കറക്റ്റ് യാഥാർത്ഥ്യമായപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അന്താളിപ്പോൾ എന്തായാലും എൻ്റെ മോളെ ഞാൻ രക്ഷിച്ചല്ലോ എന്നുള്ള ആശ്വാസമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അപ്പോൾ അന്നന്നെ എനിക്ക് അവിടുത്തെ ആ കുട്ടികളെ മുഴുവൻ എന്താ പറയുക അറിയിക്കാനൊക്കെ തോന്നി. പക്ഷെ അതൊരിക്കലും പോസിബിൾ ആയിരുന്നില്ല. 3 ദിവസം മാത്രം പോയ എനിക്ക് അവരെ കോണ്ടാക്റ്റ് കിട്ടാനോ ഞാൻ പറഞ്ഞാൽ അവർ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അന്ന് ഫേസ്ബുക്ക് അത്യാവശ്യം സജീവമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇനിയൊരാൾക്കും അല്ലെങ്കിൽ ഒന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് കരുതിയിട്ടിട്ടത്. പക്ഷെ ആ പോക്സോ കേസിനൊക്കെ ആൾ വളരെ ഈസി ആയിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. എന്നാൽ പോലും എൻ്റെ ഒരു സംശയം, പോക്സോ കേസിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ സ്ഥാപനത്തിൽ എങ്ങനെ ഒരു അന്വേഷണവും ഇല്ലാതെ വീണ്ടും രക്ഷിതാക്കൾ പറഞ്ഞയച്ചു, വീണ്ടും ചേർത്തി. മക്കളോട് ഇത്തിരിയെങ്കിലും ഒരു അവരുടെ ഭാവിയിലും അല്ലെങ്കിൽ അവരെ അത്രയും നിഷ്കളങ്കരായിട്ട് വളരണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളെ ഒന്ന് അന്വേഷിക്കില്ലേ? ആ പോക്സോ കേസിൽ വല്ല സത്യങ്ങളുണ്ടോ? അപ്പോഴൊക്കെ ശരിക്കും അവരുണ്ടാക്കി തീർത്തത് എനിക്കൊക്കെ വന്നത് മാവിനേക്കാൾ, അതായത് ഇയാളൊരു പരിശുദ്ധനായി പുണ്യാളനായിട്ട് അവതരിപ്പിക്കുന്ന ഒരവസ്ഥ. പക്ഷെ അത് എന്നാലും രക്ഷിതാക്കൾക്ക് ഒരു ദിവസമെങ്കിലും കുട്ടികളെ കൂടെ പോയിരുന്നെങ്കിൽ അവിടെ നോർമലായിട്ടുള്ളൊരു കോമൺ സെൻസുള്ള ഏതൊരു മനുഷ്യന് സാമാന്യ ബുദ്ധി വെച്ചാൽ അവിടെ നിൽക്കുന്ന ഒരു 10 മിനിറ്റിൽ ബാഡ് ഫീലിംഗ് അവിടുന്ന് വരും.
അതിന് ആരും തയ്യാറായില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇപ്പോഴും അത്ഭുതം തോന്നിയത്. ഒരു മരിക്കേണ്ടി വന്നു അതൊരു ചർച്ചയാവാൻ. ആ സ്ഥാപനം ഇനി ഇപ്പം ഞാൻ അവിടുന്ന് എന്നെ ഒരുപാട് രാഷ്ട്രീയക്കാരും നോർമൽ നാട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ 2 വർഷം മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യം, അന്നൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വിരൽ അനക്കിയിരുന്നെങ്കിൽ ആ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. ഈ ഒരു ന്യൂസ് പുറത്ത് ഇപ്പോഴും അവിടെയുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇനിയും ബാക്കിയുണ്ട്. ആ മക്കളുടെ രക്ഷിതാക്കളും ഒന്ന് പ്രതികരിക്കാൻ തയ്യാറാവതല്ലെങ്കിൽ അപ്പോഴും അവനാൻ്റെ മക്കളെ ചീത്തപ്പേര് വരും. ഇതിലൊരിക്കലും നമുക്ക് ചീത്തപ്പേര് മക്കൾക്ക് വരുന്നില്ല. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴാണ് ഒരാൾ തെറ്റുകാരനല്ലേ എന്തെങ്കിലും ആവുന്നത്. ഇത് നിഷ്കളങ്കം മക്കളെ അയാൾ അത്രയും ദുരുപയോഗം ചെയ്ത് അവരുടെ മാനം കവർന്നിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളല്ലാതെ മറ്റാരാണ് അതിന് പ്രതികരിക്കേണ്ടത്? അത് മരിച്ച കുട്ടിയുടെ സഹോദരി പറയുന്നുണ്ട്, ഇതെല്ലാം കരാട്ടയുടെ ഭാഗമാണ്. അതായത് ഈ പെൺകുട്ടികളുടെ ഉൾപ്പെടെ നെഞ്ചിൽ കൈവയ്ക്കുന്നത് കരാട്ടയുടെ ഭാഗമാണ് തുടങ്ങിയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വളരെ ചെറുപ്പത്തിൽ 6 വയസ്സിലോ 7 വയസ്സിലോ പോകുന്ന കുട്ടികൾക്ക് ഇത് പറഞ്ഞ് പഠിപ്പിച്ച് ഇതൊരു കരാട്ടയുടെ ഭാഗമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതെ, ആ കുട്ടി പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി എനിക്കത് ഫീല് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അതായത് എനിക്ക് പറഞ്ഞ പോലെ ഒന്നും പ്രൂവ് ചെയ്യാൻ എൻ്റെ അടുത്ത് അന്ന് എവിഡൻസ്, പക്ഷേ ഈ സിസ്റ്ററെ വൈറ്റ് ഞാനും കേട്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് എന്താ പറയുക, വല്ലാത്തൊരു ആശ്ചര്യം. ഞാൻ മനസ്സിലാക്കി വെച്ചത് തന്നെയാണ് ഈ കുട്ടി പറയുന്നതും. അപ്പം എന്താ പറയുക, അതുതന്നെയാണ് അവിടെ ആ കുട്ടികളെ ചെറുപ്പം മുതൽ രക്ഷിതാക്കളെക്കാളും എല്ലാത്തിനേക്കാളും വലുത് ഇയാളാണ് എന്ന. ഇയാൾ ശരിക്കും ഞാൻ പറഞ്ഞൊരു ബോൺ ക്രിമിനലാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും പ്ലാൻ ചെയ്ത് ഈ കുരുന്ന മക്കളെ മനസ്സിനെ പോലും ഇയാൾ കളങ്കപ്പെടുത്തുന്നുണ്ട്. ശരീരത്തെ മാത്രമല്ലല്ലോ, എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവിനെ പോലും. ഇപ്പോൾ ആ കുട്ടീൻ്റെ സഹോദരി പറഞ്ഞു കേട്ടിട്ട് 3 വർഷത്തോളമായി എന്നൊക്കെ പറയുമ്പോൾ 10-17 വയസ്സായ മക്കൾ, അതും എല്ലാത്തിലും മികവുള്ള കുട്ടികൾക്ക് ഇതിൽ മാത്രം. കാരണം നമ്മൾ രക്ഷിതാക്കളെപ്പോലും എന്താ പറയുക, പല കാര്യങ്ങളും മറവ് വെക്കേണ്ട ഒരു പ്രായമാണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഡ്രസ്സിങ്ങിലാണ്. എന്നിട്ട് ഇയാളെ മുന്നിൽ മാത്രം എല്ലാതും ചെയ്യും. അത് കരാട്ടേൻ്റെതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നു ഇയാൾ അവരെ ഒന്നുകിൽ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയെന്ന് എനിക്ക് വിശദീകരിക്കാനൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതിനും ഇയാൾ വെൽ പ്ലാൻഡ് ആയിട്ട് എന്തൊക്കെയോ തയ്യാറായിരുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മോളാകെ 4-5 ദിവസമാണ് വിട്ടത്. ആ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ഇത്തരം ഒരു നോർമൽ അല്ലാത്ത രീതിയിലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അല്ലേ? 2 ദിവസം കഴിഞ്ഞ് എനിക്ക് 3-ാമത്തെ ദിവസം ലീവ് എടുക്കണമായിരുന്നു. മറ്റൊരു കാര്യത്തിന് പോകാണ്ട്. അപ്പം മോളോട് പറഞ്ഞു നമുക്ക് ലീവ് എടുക്കണം. അപ്പോൾ മോൾ എന്നോട് ഒറ്റയ്ക്ക് പറഞ്ഞു, സാറ് പറഞ്ഞിട്ടുണ്ട് ലീവ് എടുക്കരുത് എന്ന്. അവൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ്, അവൾ അത്രയും കാത്തിരുന്നൊരു കാര്യത്തിനാണ് ശരിക്കും ഞങ്ങൾക്ക് പോവാനുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. ജസ്റ്റ് അത് ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രോഗ്രാം. അവൾ കാലങ്ങളായിട്ട് പ്രതിപക്ഷ നേതാവിനെ നേരിലൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. അത്ര മൊമെൻ്റായിട്ട് പോലും അവൾക്ക് അധ്യാപകനോട് സമ്മതം ചോദിക്കാതെ അവൾ വരാൻ തയ്യാറായില്ല. സത്യത്തിൽ ആദ്യം എനിക്ക് ദേഷ്യമാണ് വന്നത്. എന്നെക്കാൾ കൂടുതൽ അയാളോ എന്നുള്ളൊരു ഉമ്മക്ക് തോന്നാവുന്ന ഒരു കുശുമ്പ് എന്ന തരത്തിലാണ് ആദ്യം എനിക്ക് ഫീൽ ചെയ്ത്. ഞാൻ ലാസ്റ്റ് വിളിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ ആയിക്കോട്ടെ ഞാൻ പറയാമെന്ന്. ഞാൻ അവിടെ അയാളെയും കൂടി ഒന്ന് അളക്കുമായിരുന്നു സത്യത്തിൽ. ആയിക്കോട്ടെ നിങ്ങൾ ഫോൺ മൂക്ക് കൊടുക്കും, ഞാൻ മോളോട് പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ മോളോട് പറയാ ചെയ്ത്. അപ്പോഴാണ് മോളന്ന് ലീവ് എടുക്കാൻ. അതെനിക്ക് അപ്പം ഞാൻ 2 ആളുടെയും ഒരു വേവ് ലെങ്ത്തോടെ ആ ഒരു 2 ദിവസം 6 വയസ്സാണ്. ഇപ്പം 8.5 വയസ്സായിട്ടേ ഉള്ളൂ എൻ്റെ മകൾക്ക്. അപ്പം 1 സെപ്റ്റംബറാണ് ആ ഒരു കാലം. അപ്പോൾ ആ ഒരു പ്രായത്തിൽ 2 ദിവസമായ ഒരാൾ, പിന്നെ നമ്മൾ ഈ 3 വർഷത്തെ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുട്ടികൾ നിരപരാധികളാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞു. ഞാൻ എപ്പോഴും രക്ഷിതാക്കളെ മാത്രമാണ്. അന്ന് ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്തായാലും ആ നാട്ടിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം റീച്ചുള്ളൊരു ID കൂടിയാണ് എൻ്റെത്. അറിയാഞ്ഞിട്ടല്ല നാട്ടുകാർ ഇയാളെ കുറിച്ച് ചോദിക്കുന്ന ഏതൊരാൾ ഒറ്റയടിക്ക് പറയും അയാൾ മോശക്കാരനാണ്. എന്നിട്ടെങ്ങനെ ഇത്രയും കുട്ടികളെ ഇത്രയും കാലം അയാൾ പഠിപ്പിച്ചു. പല സ്ഥാപനങ്ങളിൽ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലത് പുറത്താക്കിയിട്ട് ഇപ്പോഴും നടന്ന് പല സ്ഥാപനങ്ങളിൽ അയാൾ ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. അതൊക്കെ എങ്ങനെയെന്നാണ് എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമോ എന്താ പറയാന്ന് അറിയാത്തൊരു ഫീലിംഗ്. നിങ്ങൾ FB പോസ്റ്റ് ഇട്ടതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭീഷണിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് നേരിട്ട് വന്നിട്ടില്ല. ഒന്നുമില്ല, ഞാൻ എന്നെ കുറച്ചൊരു പേടി പൊതുവെ സമൂഹത്തിൽ അങ്ങനെ ഞാൻ നെറികേടുകൾ കാണുമ്പോൾ ധൈര്യത്തിൽ പ്രതികരിക്കാറുണ്ട്.
അപ്പോൾ അതുകൊണ്ടായിരിക്കാം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് മുഖേന അങ്ങനെ ഡയറക്റ്റ് എന്നിലേക്കില്ല. അങ്ങനത്തെ ഒരു വോയിസ് ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ തൊട്ട് താഴെ ഞാൻ വീണ്ടും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ കാണാൻ കഴിയും. അത് 2021 ഡിസംബർ 15 തന്നെ ആ വോയിസ് അടക്കം ഞാൻ ഇയാളെ പത്ര കട്ടിങ്ങിൽ ഒരു വീഡിയോ പോലെ ആഡ് ചെയ്തിട്ട് ആ വോയിസ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ടോ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എൻ്റെ നാടും എൻ്റെ സ്ഥലവും എൻ്റെ വീട്ടിലത്തെ അഡ്രസ്സ് എൻ്റെ മൊബൈൽ നമ്പർ വരെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വിവരങ്ങൾ ഇയാൾക്കെതിരെയുള്ള ശേഖരിച്ചും വെച്ചിരുന്നു. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ അന്ന് സംസാരിച്ചത്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും എൻ്റെ ആ പോസ്റ്റ് അന്നത്തേനേക്കാൾ റീച്ചിൽ ഇപ്പോഴാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സമൂഹത്തിനെ ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ. കണ്ടറിയില്ല, കൊണ്ടാൽ മാത്രമേ അറിയുള്ളൂ എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തി. ഇനിയും ഇപ്പോഴും എനിക്ക് പേടി. ഞാൻ ആ നാട്ടുകാരോട് പറഞ്ഞു, ഈ ഒരു ആവേശം 4 ദിവസം കൊണ്ട് കെട്ടടങ്ങരുത്. ഇനിയും ഈ നാട്ടിൽ എന്നല്ല, ജയിലിൽ നിന്ന് അയാൾക്ക് ഇറങ്ങാൻ കഴിയരുത്. അഥവാ ഇനിയിപ്പോൾ കേസിലൊക്കെ തള്ളിപ്പോയി എന്തെങ്കിലും ഇതായാൽ പോലും ഒരു നാട്ടിലും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഇത് അയാൾ ചെയ്യാൻ പാടില്ല. എനിക്കറിയില്ല, ഈ നമുക്ക് എപ്പോഴും അറിയാലോ, ന്യൂസുകളൊക്കെ കുറച്ച് ദിവസമേ ഹൈപ്പുകൾ ഉണ്ടാക്കാറുള്ളൂ. നല്ലത് നടക്കട്ടെ, അയാൾക്ക് തക്ക ശിക്ഷ കിട്ടട്ടെയും. പാവം ഇത്രയും നൊന്ത് രക്ഷിതാക്കൾക്ക് ഒരു വേദന തന്നെയാണ് ആ മകള് പോയത്. വേറെ ഒരുപാട് ആളുകൾ പുറത്ത് പറയാൻ പറ്റാത്ത വിഷമത്തിലുണ്ടായിരിക്കാം. അവരുടെ ഒക്കെ ആ ഒരു വേദനക്ക് ഇയാൾക്ക് തക്ക ശിക്ഷ കിട്ടട്ടെ എന്നേ എനിക്കതിൽ പറയാനുള്ളൂ. എന്നാലും ഈ ചാലിയാറിൽ 17കാരി മരിച്ചത് ആ കുട്ടിയുടെ മാത്രം ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് ഓരോ നിമിഷത്തിലും പുതിയതായി വരുന്ന വിവരങ്ങൾ തെളിയിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 മലപ്പുറം.